വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാല കത്തി 18 പേർ മരിച്ചു. വിരുദനഗറിനടുത്തുള്ള കട്ടനാർപ്പെട്ടിയിലുള്ള വനജ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായതെന്നും പ്രദേശമാകെ കുലുങ്ങിയെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. സംഭവം നടക്കുമ്പോൾ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 18ഓളം പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിലെ വിരുദനഗറിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. സംഭവസ്ഥലത്ത് 50-ലധികം പേർ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 19ഓളം മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറച്ചു മുൻപ് വരെ 18 പേരായിരുന്നു മരിച്ചത് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ 19 മരണം സംഭവിച്ചിരിക്കുന്നു. അപകടം തമിഴ്നാട് വിരുദനഗറിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു പടക്ക നിർമ്മാണശാല കത്തിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രകമ്പനമാണ്, സ്ഫോടനമാണ് ഈ അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നിരവധി പേർ ഇതിൽ കുടുങ്ങിയിരിക്കുന്ന അവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 50ഓളം പേർ ഈ സ്ഥലത്തുണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. 19 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവം നടക്കുമ്പോൾ നിരവധി പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപകടം തമിഴ്നാട് വിരുദനഗറിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും സജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അനുശ്രീ, തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിൽ വിരുദനഗറിന് സമീപം കാട്ടനാർപട്ടി ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന വനജ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ഇപ്പോൾ മരണസംഖ്യ 19ആയി ഉയർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തീവ്രമായി നടന്നു വരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അവിടെ നിന്ന് ആശുപത്രികളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നിർമ്മാണശാലയിലെ 3 അറകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട്. 10 കിലോമീറ്ററോളം ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രാഥമിക നിഗമനം അത്യുഷ്ണം കാരണം പടക്കങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായ സ്ഫോടനമെന്നാണ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അന്വേഷണം പൂർത്തിയായാലേ അറിയാൻ പറ്റുകയുള്ളൂ. അപകട കാരണം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50-ൽ പരം ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പലരെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പോലീസും ചേർന്ന് ആശുപത്രികളിലേക്ക് കൊണ്ടുചെല്ലുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ശ്രമത്തിലാണ്. ഇപ്പോൾ മരണസംഖ്യ 19 ആയിട്ടുണ്ട്. അതിൽ ആശുപത്രിയിൽ എത്തിച്ച പലരുടെ അവസ്ഥയും ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുശ്രീ, സജയൻ, അതുപോലെ തന്നെ ഈ 10 കിലോമീറ്റർ ദൂരം സ്ഫോടനം ഉണ്ടാകുമ്പോൾ പ്രകമ്പനം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നിസ്സാരമായൊരു സ്ഫോടനമായിരിക്കില്ല അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പടക്ക നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഉണ്ടായിരുന്ന സ്ഥാപനമാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ ഈ നിർമ്മാണശാലയുടെ ഉടമസ്ഥൻ പാലിച്ചിട്ടുണ്ടോ, കമ്പനിക്ക് അതിൻ്റെതായ ലൈസൻസുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നതേയുള്ളൂ. എന്നാൽ ഇത് പല അറകളിലായി പല ടൺ പടക്കങ്ങൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരുന്നതിലാണ് ഇതിന്റെ അത്യുഷ്ണം കാരണം പടക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും അതേപോലെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായ സ്ഫോടനമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണം പൂർത്തിയായാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിടയിൽ ആൾക്കാർ പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. അവിടെ നിന്നും ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടന്നു വരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും പോലീസും ഒക്കെ തന്നെ ഇതിന്റെ ആൾക്കാരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു. പലരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച പലരുടെ നിലയും ഗുരുതരാവസ്ഥയിലെന്നാണ് അറിയാൻ കഴിയുന്നത്. അനുശ്രീ, ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പടക്ക നിർമ്മാണശാലയുടെ പൊട്ടിത്തെറി സംഭവിച്ചതിൽ. അതോടൊപ്പം തന്നെ സജയൻ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 50ഓളം പേർ ഈ പടക്ക നിർമ്മാണശാലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം പേരെ പുറത്തെത്തിക്കാൻ സാധിച്ചു? എവിടെയൊക്കെയാണ്, ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് 20-ൽ പരം പേരെ സമീപത്ത് പരിക്കേറ്റവരെയും അതിഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റവരെയും ഒക്കെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി
സമീപത്തുള്ള സർക്കാർ ആശുപത്രികളും വിരുദനഗർ ജില്ലാ ആശുപത്രിയിലുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അടിക്കടി ഇതുപോലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ അടിസ്ഥാന മാനദണ്ഡങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷണം നടത്തും. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരും തന്നെ ഫോളോ അപ്പ് ചെയ്യാറില്ല. അതിനെ തുടർന്നാണ് പല സ്ഥലങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നത് ആണ് അറിയാൻ കഴിയുന്നത്. ആ അവസ്ഥയിലാണ് ഇന്നത്തെ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് അടിസ്ഥാന മാനദണ്ഡങ്ങൾ, അതായത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലും കൂടുതൽ അന്വേഷണത്തിൽ തന്നെ അറിയാൻ സാധിക്കും. അനുസരിച്ച് ഇപ്പോൾ ആ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്, അതിനുശേഷമുള്ള ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം. மாத்தாளாக்கா ரெண்டு பேர் 3 பேர் சேஃப்டி அடிக்கணும். எத்தனை பேர் இல்லைங்க அங்கே எப்படா போன பின்னாடி இன்னும் மாத்தாளாக்கா തമിഴ്നാട്ടിലെ വിരുദനഗറിലെ പടക്ക നിർമ്മാണശാല കത്തി 19 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരോടൊക്കെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സജയൻ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, ഈ പടക്ക നിർമ്മാണശാലകൾക്കൊക്കെ ഇപ്പോൾ ഈ അത്യുഷ്ണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ? അവരത് പാലിച്ചിരുന്നോ? അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച ഈ പടക്ക നിർമ്മാണശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. സാധാരണയായി തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പല ജില്ലകളിലും പടക്ക നിർമ്മാണശാലകൾ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലും പ്രവർത്തിച്ചു വരുന്നത്. അടിക്കടി ഇതുപോലുള്ള സ്ഫോടന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അധികൃതർ അതുപോലെ സർക്കാർ ഭാഗത്തു നിന്നും തീവ്ര അന്വേഷണം നടത്തുകയും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് എതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത സ്ഥാപനങ്ങളെ തേടി കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. അതിന്റെ ഒരു ഫലമാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 19ഓളം പേരുടെ ജീവനാണ് ഈ ദാരുണ സംഭവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെ സംഭവ സ്ഥലത്തെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20ലധികം പേർ ആശുപത്രികളിൽ എത്തിച്ച സാഹചര്യത്തിൽ ഇനിയും പലരും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആൾക്കാരുണ്ടോ എന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരും നാട്ടുകാരും പോലീസും ഒക്കെ തീവ്ര ശ്രമത്തിലാണ്. വളരെ ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് അനുശ്രീ തമിഴ്നാട്ടിൽ. സജീനി, മരണപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇത് ഗ്രാമപ്രദേശമായതിനാൽ സംഭവം പറഞ്ഞ അതായത് 10 കിലോമീറ്ററോളം ദൂരം ഇതിന്റെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഗ്രാമപ്രദേശമായതിനാൽ ഇത് ആംബുലൻസ് അതേപോലെ രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള താമസം ഏർപ്പെട്ടിട്ട് അതിനാൽ മരണസംഖ്യ കുറച്ച് കൂടുതൽ ഉയർന്നിട്ടുണ്ട്. 19ഓളം പേർ മരിക്കാൻ അതും ഒരു കാരണമാണ്. അതുപോലെ വലിയൊരു സ്ഫോടനമാണ്. അതായത് 10 കിലോമീറ്ററോളം ഭൂമി
പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിൽ 50ഓളം പേർ ആ സ്ഥാപനത്തിനുള്ളിൽ കുടുങ്ങിപ്പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത്. അതിൽ 20ഓളം പേരെ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ, തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ തീവ്ര ചികിത്സാ വിഭാഗത്തിലാണ്. അതിൽ പലരുടെ അവസ്ഥയും ഗുരുതരാവസ്ഥയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ആരൊക്കെയാണ് കുട്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, സ്ത്രീകൾ ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇനി തന്നെ നമുക്ക് ലഭ്യമാകും. സജയൻ, ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു പടക്ക നിർമ്മാണശാല എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളും ആ പരിസരത്ത് നിന്നുള്ളവർ തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പടക്ക നിർമ്മാണശാലകളിൽ ജോലി ചെയ്യുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിലെ വളരെ പാവപ്പെട്ട ജനങ്ങളായിരിക്കും. അതിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ ഈ നിർമ്മാണശാലകളിൽ ജോലിക്കാരായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട സ്ത്രീകളുടെ എണ്ണം കൂടുതലാകാമെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ ഈ അവധി ദിവസമായതിനാൽ കുട്ടികളെയും പടക്ക നിർമ്മാണശാലയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ കുട്ടികളും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് സംശയമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പം വൈകി ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ മരണസംഖ്യ 19 എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, തമിഴ്നാട് വിരുദ്ധനഗറിലാണ് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 19ഓളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തോളം ഈ സ്ഫോടനമുണ്ടായ സമയത്ത് പ്രകമ്പനമുണ്ടായി എന്ന് പറയുന്നു. അത്യുഷ്ണം കാരണമാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്ന് പറയുമ്പോഴും സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രേഖകളൊക്കെ ശരിയായ രീതിയിലാണോ, ലൈസൻസ് ഉണ്ടായിരുന്ന സ്ഥാപനമാണോ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഏകദേശം 50ഓളം പേരായിരുന്നു ഈ പടക്ക നിർമ്മാണശാലയിൽ ഈ സ്ഫോടന സമയത്തുണ്ടായിരുന്നത്. അവരെയൊക്കെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സജയൻ, ഏതെങ്കിലും അധികൃതർ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടോ? അതായത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്, തീവ്ര തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഇതുവരെയും ഇങ്ങോട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. എന്നാലും മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. മന്ത്രിമാർ അല്പസമയത്തിനുള്ളിൽ പരിസര പ്രദേശങ്ങളിലുള്ള, അതായത് മധുര പോലുള്ള സ്ഥലത്തുള്ള സംസ്ഥാന മന്ത്രിമാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്നത്. ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സ നൽകാനുള്ള നിർദ്ദേശങ്ങളും മന്ത്രിമാരുടെ സർക്കാരിന്റെ ഭാഗത്ത് തുടരുന്നുണ്ട്. ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്നും ആംബുലൻസ് വരാൻ പലരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ കുറച്ചായി നമുക്ക് ലഭ്യമാകും. സജൻ, അതുപോലെ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് പറയുമ്പോൾ 50ഓളം പേര് ബിൽഡിങ്ങിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സ്ഫോടന സമയത്ത്. അപ്പോൾ അത്രയും ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ അടക്കം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം? ആളുകളുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് ഇവര് 20ഓളം പേരെ സംഭവ സ്ഥലത്ത് നിന്ന് അപകടത്തിൽ രക്ഷപ്പെടുത്താൻ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിച്ചുവെന്നാണ് അറിയുന്നത്. 20 പേരിൽ ഏകദേശം പലരും വളരെ അതിതീവ്ര ചികിത്സാ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ നില വളരെ ഗുരുതരായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടങ്ങുന്നുണ്ട്. കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ പെട്ടിട്ടുണ്ടാവുമെന്ന സംശയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്ന് നടന്നു വരുന്നു. അതേപോലെ തന്നെ ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് ഉടൻ തന്നെ എത്തും. പോലീസ് മേധാവിയും അതേപോലെ പോലീസ് സംവിധാനങ്ങളും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. സജീൻ, ഇത് ആരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പടക്ക നിർമ്മാണശാലയാണ് എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? അനുശ്രീ, ഗോവിന്ദനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുത്തുമാണിക്യം എന്ന ആളിന്റെ പടക്ക നിർമ്മാണശാലയാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അദ്ദേഹത്തെ പൂർണ്ണമായി ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ, ലൈസൻസ് കൈവശം വെച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഗോവിന്ദനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തുമാണിക്യം എന്ന ആളുടെ ആൾക്കൂട്ടമായ സ്ഥാപനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ലൈസൻസ് വിവരങ്ങൾ, ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അന്വേഷണത്തിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ശരി സജയൻ, തുടരുക. തമിഴ്നാട്ടിലെ വിരുദ്ധനഗറിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 19ഓളം മരണമാണിപ്പോൾ
മരണം സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തിൽ പ്രകമ്പനമുണ്ടായിരിക്കുന്നു. അതിൽ ഏകദേശം 50ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ അടക്കം ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അപകടം നടന്ന ഇടത്തേക്ക് മന്ത്രിമാരൊക്കെ തിരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ്. തമിഴ്നാട്ടിലെ വിരുദനഗറിലുള്ള വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അപകടം നടന്ന ഇടത്തെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്ന സ്ഫോടനം അത്ര നിസ്സാരം അല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരവധി പേർക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു. നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ரெண்டு பேர் 3 பேர் സജയൻ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, ഇപ്പോൾ റവന്യൂ മന്ത്രിമാരോട് സ്ഥലത്തെത്താനാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിർദ്ദേശിച്ചിരിക്കുന്നവർ. എപ്പോഴേക്ക് അവിടെ എത്തിച്ചേരും എന്നതിൽ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇപ്പോൾ മരണസംഖ്യ വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മരണസംഖ്യ 22ആയി ഉയർന്നിരിക്കുകയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ കൂടുതൽ പേർ മരിക്കുകയുണ്ടായെന്നാണ് വിവരം ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ 19 നിന്ന് 22ലേക്ക് മരണസംഖ്യ ഉയർന്നു എന്ന വളരെ വിഷമകരമായ ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതേപോലെ സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ പരിസരത്ത് എത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. ഉടൻ തന്നെ എല്ലാ വിഭാഗക്കാരും, അതായത് സർക്കാർ തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സംഭവ സ്ഥലത്ത് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മരണസംഖ്യ 22ആയി ഉയർന്നിരിക്കുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ. അതിന്റെ തീവ്ര ശ്രമത്തിലാണ്. ഏതൊക്കെ അതായത് അതിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇതുവരെയും കൈവശം കിട്ടിയിട്ടില്ല. എത്ര പേർ ഇന്ന് ജോലിക്ക് എത്തി, എത്ര പേർ, സാധാരണ 50-ലധികം പേർ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച ദിവസമായ ഇന്ന് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സ്ത്രീകൾ, സാധാരണ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവധി ദിവസങ്ങൾ കുട്ടികളെ കൂടെ കൂട്ടാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ കൂടെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അനുഷ്ഠിച്ചത്. സജൻ, അതുപോലെ തന്നെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ പടക്ക നിർമ്മാണശാല പാലിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിന്റെ ഉടമസ്ഥൻ ഗോവിന്ദൻ അല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തു മാണിക്യം എന്ന ആളുടെ കമ്പനിയാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നതായാണ് അറിയുന്നത്. അതിനുശേഷമേ നമുക്ക് ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതേപോലെ ലൈസൻസിനെ കുറിച്ചുള്ള ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ അനധികൃതമായി ഈ നിർമ്മാണശാല പ്രവർത്തിച്ചു വരുമോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്വേഷണത്തിന് ശേഷമേ ഇതിനെക്കുറിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുവാൻ. ശരി, തമിഴ്നാട്ടിലെ വിരുദനഗറിലുണ്ടായ സ്ഫോടനത്തിൽ ഇപ്പോൾ പടക്ക നിർമ്മാണശാലയുടെ ഉടമസ്ഥനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 22ആയിരിക്കുന്നു മരണസംഖ്യ. രക്ഷാപ്രവർത്തനത്തിനിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പോലും മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഗുരുതരാവസ്ഥയിലാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഏകദേശം 50ഓളം പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്.
അവരെ എല്ലാവരെയും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവരെത്തിയതിനു ശേഷം മാത്രമേ ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 22 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായി, 10 കിലോമീറ്ററോളം പ്രകമ്പനമുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഗുരുതരമായൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ 22 മരണം സംഭവിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ വിരുദനഗറിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 50ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. വനജ പടക്ക നിർമ്മാണശാലയിലാണ് ഈ സ്ഫോടനമുണ്ടായത്. ഈ സ്ഥാപനത്തിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് രേഖകളൊക്കെ ഉണ്ടായിരുന്നോ, കൃത്യമായ രീതിയിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്ന അത്യുഷ്ണം കാരണമുണ്ടായ സ്ഫോടനമാണ് എന്നുള്ളതാണ്. അതങ്ങനെ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ 22 മരണം സംഭവിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലെ വിരുദനഗർ പടക്ക നിർമ്മാണശാലയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. 22ഓളം മരണമാണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഈ സ്ഥാപനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവിടേക്ക് മന്ത്രിമാരടക്കം കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.